എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും അനന്തനും ഭൂമിയും. ഭൗതികശാസ്ത്രം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗുരുദേവനോട് സംശയരൂപേണ ചോദിച്ചു, ഭാരതീയ പുരാണങ്ങളിൽ അനന്തൻ എന്ന് പറയുന്ന ഒരു ദിവ്യ സർപ്പത്തിൻ്റെ തലയിലാണ് ഭൂമി ഇരിക്കുന്നതെന്ന് പറയുന്നു. ഇത് ശരിയാണോ സ്വാമി? ഗുരുദേവൻ അയാളോട് തിരിച്ചു ചോദിച്ചു, ഭൂമി പിന്നെ എന്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്? ഭൂമി ഊർജത്തിൽ നിൽക്കുന്നു. ഊർജമെന്നാൽ എന്താണ്? ശക്തി. അയാൾ വിശദമാക്കി. അപ്പോൾ ശക്തി അനന്തമാണെന്നല്ലേ? ഗുരുദേവൻ അർത്ഥവത്തായി ചോദിച്ചു. അനന്തമായ ശക്തിയെയാണ് അനന്തനെന്ന് വിളിക്കുന്നത്. ഗുരുദേവന്റെ ചോദ്യം അയാൾക്ക് പുതിയ ഉൾക്കാഴ്ച നൽകി. പുരാണങ്ങളിലെ പ്രതീകങ്ങൾ എങ്ങനെ ശാസ്ത്രസത്യങ്ങളുമായി സമരസപ്പെടുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നന്ദി, നമസ്കാരം.